വിശദമായ റിപ്പോർട്ടിലേക്കാണ്. തിരുവനന്തപുരം SIT ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണം. പ്രസവത്തിനെ തുടർന്ന് ആശുപത്രിയിൽ നിന്ന് അണുബാധയേറ്റ് യുവതി മരിച്ചെന്നാണ് പരാതി. കരിക്കകം സ്വദേശി ശിവപ്രിയയാണ് മരിച്ചത്. എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ എല്ലാവരും പ്രസവിക്കുന്ന കണക്ക് എൻ്റെ ചേച്ചി ഒന്ന് പ്രസവിച്ചു. അതിനുശേഷം അവള് പോയി. അത് എന്ന് പറയുമ്പോൾ SIT വെച്ചായിരുന്നു ഡെലിവറി. അത് കഴിഞ്ഞ് എന്തോ പനി കണക്ക് വന്ന് അങ്ങനെ തിരിച്ച് അവിടെ തന്നെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് എന്തോ ഇൻഫെക്ഷനാണ്, പെട്ടെന്ന് ICUലോട്ട് മാറ്റം എന്ന് പറഞ്ഞു. അടുത്ത ദിവസമായപ്പോഴത്തേക്കും ICUലോട്ട് കൊണ്ടുപോയി. പിന്നെ ചേച്ചിക്ക് ലങ്സിൽ എന്തോ ഇൻഫെക്ഷൻ കയറി എന്ന് പറഞ്ഞു. നീർക്കെട്ടുണ്ട്, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ബോഡിയിൽ ഓക്സിജൻ കുറഞ്ഞു വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് ഇമ്മീഡിയറ്റ്ലി വെന്റിലേറ്ററിലോട്ട് ഇടണമെന്ന് പറഞ്ഞു. ഒരു 9 ദിവസം അടുപ്പിച്ച് വെന്റിലേറ്ററിലായിരുന്നു. പിന്നെ മെനിങ്ങാന്നായപ്പോൾ ടെക്കോസ്മി ചെയ്ത് ഡോക്ടർ പറഞ്ഞ് ഇതല്ലെങ്കിൽ അകത്ത് ഇൻഫെക്ഷൻ ആകും, അതുകൊണ്ട് ട്രെക്കോസ്മി ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ട്രെക്കോസ്മി ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ചേച്ചി കണ്ണു ഉറക്കുമായിരുന്നു. ട്രെക്കോസ്മി ചെയ്തതിനു ശേഷം ചേച്ചി കോൺഷ്യസ് ആയിട്ടില്ല, കണ്ണ് തുറന്നിട്ടുമില്ല, ഒന്നും മിണ്ടിയിട്ടുമില്ല. അതിനുശേഷം ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും പറഞ്ഞു ഷീസ് ഫാസ്റ്റ്. ഇതിപ്പോ നോർമൽ ഡെലിവറി ആയിരുന്നു, മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ അതിനു മുമ്പ് എന്തെങ്കിലും ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, വേറെ ഒരു കുഴപ്പമില്ല. ഇത് സെക്കൻഡ് ഡെലിവറിയാണ്. ഫസ്റ്റ് ഡെലിവറിക്ക് ഒരു കുഴപ്പമില്ല, സെക്കൻഡ് ഡെലിവറിക്ക് ഇതിന് മാത്രമാണ് ഇങ്ങനെ വന്നത്. അതെന്തോ സ്റ്റിച്ച് പൊട്ടി അങ്ങനെ എന്തൊക്കെയാണ് അവർ പറയുന്നത്. എന്താണ് സത്യം എന്ന് അറിഞ്ഞുകൂടാ. എന്താണ് ഇപ്പോ കുടുംബത്തിന്റെ ആരോപണം? കുടുംബം എന്താ? ഷിജോ കുര്യനുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ. ഷിജോ, ആ പ്രതികരണം ഞാൻ കേട്ടിരുന്നു. അതായത് ഈ പ്രസവത്തിന് വേണ്ടിയാണ് യുവതി ആശുപത്രിയിൽ എത്തിയത്, മറ്റു രോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇതാ മരണപ്പെട്ടിരിക്കുന്നു. എന്താണ് ഈ ചികിത്സാ പിഴവ്? എന്താണ് ഈ യുവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്? എന്താണ് യുവതിയുടെ കുടുംബം പറയുന്നത്? വർഷ, അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള വലിയൊരു ആരോപണമാണ് തിരുവനന്തപുരം SIT ആശുപത്രിക്കെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. പ്രസവത്തിന് വേണ്ടി ആശുപത്രിയിൽ എത്തിച്ച യുവതി പ്രസവത്തിന് ശേഷം 4 ദിവസത്തിനിപ്പുറം പനി ബാധിച്ച് വീണ്ടും ആശുപത്രിയിലേക്ക് വരികയും അതേ തുടർന്ന് കുറേ നാൾ, ഏതാണ്ട് ഇത്രയും ദിവസത്തിലധികം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിൽ ICUവിലും വെന്റിലേറ്ററുമായിട്ട് ചികിത്സയിലുമായിരുന്നു. ഇന്ന് അല്പസമയം മുമ്പ് മരിക്കുകയും ചെയ്തു. തിരുവനന്തപുരം കരിക്കകം സ്വദേശിയായിട്ടുള്ള ശിവപ്രിയയാണ് പ്രസവത്തിന് വേണ്ടി SIT ആശുപത്രിയിൽ എത്തുന്നു. അതിനുശേഷം അണുബാധയുണ്ടാകുന്നു. ഇന്ന് മരണപ്പെടുകയും ചെയ്തത്. ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ മാസം 22-നാണ് ശിവപ്രിയ പ്രസവത്തിനായിട്ട് തിരുവനന്തപുരം SIT ആശുപത്രിയിലേക്ക് വരുന്നത്. 22-ാം തീയതി വരുന്നു. അങ്ങനെ അതിന് പിറ്റേ ദിവസം പ്രസവം നടക്കുന്നു. പിന്നീട് ആശുപത്രിയിൽ 3 ദിവസം ഇവിടെ തുടരുന്നു. 25-ാം തീയതിയാണ് ആശുപത്രിയിൽ നിന്ന് മടങ്ങി വീട്ടിലേക്ക് പോകുന്നത്. 26-ാം തീയതി വീട്ടിലേക്ക് ചെന്നതിന് പിന്നാലെ ആ ശിവപ്രിയയ്ക്ക് അവിടെ വെച്ച് പനിയും മറ്റ് ശാരീരിക അസ്വസ്ഥതകളും ഉണ്ടാകുന്നു. അതിനുശേഷം തിരികെ വീണ്ടും SIT ആശുപത്രിയിലേക്ക് വരികയാണ് ചെയ്തത്. SIT ആശുപത്രിയിൽ തിരികെ വന്നപ്പോൾ അവർ തന്നെയാണ് പറഞ്ഞത് ഒരു ബാക്ടീരിയയുടെ അണുബാധ ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ എത്രയും പെട്ടെന്ന് ICUവിലേക്ക് പ്രവേശിപ്പിക്കണം. അതേ തുടർന്ന് ICUവിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് ചികിത്സയിൽ കഴിയുകയുമായിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് ശിവപ്രിയയുടെ കുടുംബം, സഹോദരൻ അല്പം മുമ്പ് നമ്മൾ സംസാരിച്ചത്, ശിവപ്രസാദ് പറയുന്നത് ആശുപത്രിയിൽ നിന്ന് ഉണ്ടായ അണുബാധയാണ്. ഇത് ആശുപത്രിയിൽ നിന്ന് അണുബാധയുണ്ടായിട്ടും എന്തുകൊണ്ട് ആശുപത്രി അധികൃതർ ഇത് പറയാതെ ശിവപ്രിയനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു? അതുണ്ടായിരുന്നെങ്കിൽ അതിനോട് ചികിത്സ നൽകേണ്ടതായിരുന്നില്ലേ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ശിവപ്രിയയുടെ ബന്ധുക്കളടക്കമുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിന് കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് ശിവപ്രിയയുടെ ഭർത്താവിന്റെ അടക്കം പ്രതികരണത്തിലേക്ക് നമുക്ക് പോവുകയും ചെയ്യാം. നിലവിൽ എന്തായാലും SIT ആശുപത്രിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കരിക്കകം സ്വദേശിയായിട്ടുള്ള ശിവപ്രിയയുടെ സഹോദരനും ഭർത്താവും അടക്കമുള്ള ആളുകൾ പറയുന്നത്. അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള വീഴ്ച ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പ്രാഥമികമായിട്ട് കാണാൻ കഴിയും. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മൂലം, അതായത് അണുബാധ മൂലമാണ് ശിവപ്രിയ മരണപ്പെട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ കുടുംബം പറയുന്നത്. അത് സാധൂകരിക്കുന്നതായിട്ടുള്ള ചികിത്സ സംബന്ധിച്ചുള്ള കാര്യങ്ങളും അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ പറയുന്ന SIT ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വന്നാൽ ഒരു ലാബ് റിസൾട്ട് തന്നു കഴിഞ്ഞാൽ അത് പരിശോധനാ ഫലത്തിന് വേണ്ടിയിട്ട് ദിവസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഇന്ന് പോലും ഒരു പരിശോധന നടത്തി അതിന്റെ റിസൾട്ടിന് 35 ദിവസം കാത്തിരിക്കണമെന്ന് പറഞ്ഞു. ആ 35 ദിവസം പോലും കാത്തിരിക്കാതെ തന്റെ സഹോദരി ഇന്ന് മരണപ്പെടുകയാണ് ഉണ്ടായത് എന്നുള്ള ഒരു വിഷമത്തോടു കൂടിയുള്ള ഒരു പ്രതികരണമാണ് അല്പസമയം മുമ്പ് സഹോദരൻ നടത്തിയത്. എന്തായാലും SIT ആശുപത്രിയിൽ പ്രസവത്തിന് വേണ്ടി എത്തിയ ശിവപ്രിയ പ്രസവം കഴിഞ്ഞ് 3 ദിവസം ആശുപത്രിയിൽ തുടരുകയും 4-ാം ദിവസം വീട്ടിലേക്ക് പോയി. വീട്ടിൽ വെച്ച് ശിവപ്രിയയ്ക്ക് പനിയും ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയും ചെയ്തു. അതേ തുടർന്ന് പിറ്റേ ദിവസം വീണ്ടും ആശുപത്രിയിൽ വന്നപ്പോഴത്തേക്കുമാണ് അണുബാധ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുകയും എത്രയും പെട്ടെന്ന് ICUവിൽ പ്രവേശിപ്പിക്കണമെന്ന് പറയുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ശിവപ്രിയ മരണപ്പെടുന്ന അത്യന്തം ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പോയത്. ശിവപ്രിയയുടെ ഭർത്താവ് നമുക്കുണ്ട്. എന്താണ് ശരി? ചേട്ടാ, ഞാൻ തിരുവനന്തപുരം ഫോർട്ട് താലൂക്ക് ഹോസ്പിറ്റലിലാണ് വൈഫിനെ കാണിച്ചുകൊണ്ടിരുന്നത്. ഒരു ഞായറാഴ്ച ദിവസം തീരെയൊന്നും ഓർമ്മയില്ല ചേട്ടാ, ടെൻഷനില്ലേ. ഞായറാഴ്ച ദിവസം കൊച്ചിന് അനക്കയില്ലെന്ന് പറഞ്ഞാണ് ഫോർട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ ചെന്ന് അവർ മറ്റേ ഞായറാഴ്ച ദിവസമായതുകൊണ്ട് സ്കാനിങ് സെൻ്ററൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ SITയിൽ പറഞ്ഞു വിട്ട് അപ്പോൾ ഇവിടെ വന്ന് അവർ പിന്നെ SIT ആശുപത്രിയിൽ വന്നപ്പോൾ 22-ന് വരുന്നു. അതിനുശേഷം പ്രസവം നടക്കുന്നു. 25-ന് മടങ്ങിപ്പോയി. 22-ാം തീയതി പ്രസവം നടക്കുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ മടങ്ങിപ്പോയി. അതിന്റെ പിറ്റേ ദിവസം
ഇവിടുന്ന് പോയപ്പോഴേ ചെറിയ പനി ഉണ്ടായിരുന്നു. അത് പിന്നീടാണ് അവൾ പറഞ്ഞത്. അവർ കറക്റ്റാ നോക്കാതെ ഉള്ളൊന്നും പരിശോധിക്കാതെയാണ് വിട്ടതെന്ന് തോന്നുന്നു. എന്താണ് ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾ ആശുപത്രിക്കെതിരെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇത് വന്നിരിക്കുന്ന ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അസിനറ്റോ ബാക്ടീരിയ എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ടായിരിക്കും. അത് ഹോസ്പിറ്റൽ മുഖേന മാത്രം ഉണ്ടാകുന്ന ബാക്ടീരിയയാണ്. നമ്മൾ 2-3 പ്രാവശ്യം ഇവിടെ ഡോക്ടർമാരോട് ചോദിച്ചപ്പോൾ അവർ അത് ഓന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇന്നായപ്പോഴും പറഞ്ഞതെന്ന് വെച്ചാൽ ഇടത് സൈഡിൽ ഇടത് ലെൻസിൽ ക്ലോട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞു. 1 അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മരിച്ചത്. ഈ ബാക്ടീരിയ ആശുപത്രിയിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ അവരത് പരിശോധിക്കുന്നതിനകത്ത് ആശുപത്രി ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് പറയുന്നത് അല്ലേ? അതെ. അത് ഈ ഒരുപാട് രീതി ഞാൻ ഇങ്ങനെ തിരികെ ഒരുപാട് രീതിയിൽ വരും. കാര്യം എന്ന് വെച്ചാൽ ഈ വേസ്റ്റുകൾ വൃത്തിയാക്കാതെ സ്റ്റിച്ചിട്ട് വെച്ചാൽ ആ ഫ്ലൂയിഡ് ഉണ്ടല്ലോ, ഫ്ലൂയിഡ് ഇരുന്നുകൊണ്ട് സ്റ്റിച്ച് പെട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കിതിനെക്കുറിച്ച് ക്ലിയർ അറിയില്ലല്ലേ. അറിയാവുന്ന ഡോക്ടർമാർ പോലും അതേക്കുറിച്ച് പറയില്ല. നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചാൽ അവർ ഇന്നൊരു കാര്യം പറയും, നാളെ വേറെ ഏതെങ്കിലും പറയും. ഈ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ ഡോക്ടർമാർ വളരെ വിശദമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഈ പറയുന്ന ആളുകളെല്ലാം ഈ പറയുന്ന ഇപ്പോൾ അല്പസമയം മുമ്പ് സംസാരിച്ചത് ശിവപ്രിയയുടെ ഭർത്താവാണ്. അപ്പോൾ അദ്ദേഹവും പറയുന്നത് ആശുപത്രി അധികൃതർ ഒരു തരത്തിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെട്ടിട്ടില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഈ ശിവപ്രിയയുടെ മരണത്തിന് ഉത്തരവാദി ഈ പറയുന്ന ആശുപത്രി SIT ആശുപത്രി അധികൃതർ തന്നെയാണ് എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് ഈ കുടുംബം പറയുന്നത്. തീർച്ചയായും ഈ അണുബാധയുണ്ടായി എന്നുള്ളത് ആദ്യഘട്ടത്തിൽ തന്നെ ആശുപത്രി അധികൃതർക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ എന്നിട്ടും അതിൽ ഒരു തരത്തിലുള്ള ഇടപെടലുകളും ഈ ആശുപത്രി അധികൃതർ നടത്തിയിട്ടില്ലേ? മാത്രമല്ല ഈ യാതൊരു തരത്തിലുള്ള പ്രതികരണത്തിലേക്കും വന്നിട്ടില്ലേ? നിലവിൽ ആശുപത്രി അധികൃതരുടെ ഒരു പ്രതികരണം ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിനകത്ത് നമ്മൾ എടുത്തു കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നേരത്തെ പറഞ്ഞാൽ 22-ാം തീയതി ശിവപ്രിയെ പ്രസവിക്കുന്നു. അതിനുശേഷം ആശുപത്രിയിൽ 2 ദിവസം തുടരുന്നു. 3-ാം ദിവസം ഇവിടുന്ന് മടങ്ങിപ്പോകുമ്പോൾ തന്നെ ശിവപ്രിയയ്ക്ക് ചെറുതായിട്ടുള്ള ശാരീരിക പ്രശ്നങ്ങളുണ്ട്, പനി അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അത് വീട്ടിൽ പോയതിനു ശേഷമാണ് കുറച്ചുകൂടി സിവിയർ ആവുന്നത്, അത് ഗുരുതരമാകുന്നത്. അതിനുശേഷം ശിവപ്രിയ വീണ്ടും തിരികെ SIT ആശുപത്രിയിലേക്ക് തന്നെ വന്നു. SIT ആശുപത്രിയിൽ ഡോക്ടർമാരെ കാണിച്ചപ്പോൾ പറയുന്നുണ്ട്, അപ്പോൾ ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ട് അല്പം നില മോശമാണ്, അണുബാധയുണ്ട്, അപ്പോൾ ICUവിലേക്ക് പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് ഈ ദിവസം വരെയും ശിവപ്രിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലൊന്നും ശിവപ്രിയയുടെ ആരോഗ്യനില സംബന്ധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ അണുബാധ ഈ സംഭവം ഈ രീതിയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ആശുപത്രി അധികൃതർ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് ശിവപ്രിയയുടെ ഭർത്താവും അല്പസമയം മുമ്പ് സംസാരിച്ച സഹോദരനും പറയുന്നത്. ഒരു തരത്തിലും ആശുപത്രി അധികൃതർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയേണ്ട കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അവരൊരു സാധാരണക്കാരായ ആളുകളാണ്, അവർക്ക് ഈ മെഡിക്കൽ ടേംസ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവില്ല. അപ്പോൾ ഒരു മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ എന്താണ് സംഭവിച്ചത്, എന്താണ് എവിടെയാണ് വീഴ്ചയുണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു രോഗമുണ്ട്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു പല സംഭവങ്ങളും ഉണ്ടായേക്കാം എന്നുള്ള കാര്യങ്ങളൊന്നും ഒരു തരത്തിലും ഈ പറയുന്ന കുടുംബാംഗങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് ഈ കുടുംബങ്ങൾ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശിവപ്രിയയ്ക്കുണ്ടായിട്ടുള്ള ഈ പ്രശ്നം, ഈ പറയുന്ന ബാക്ടീരിയയുടെ അല്ലെങ്കിൽ ഈ അണുബാധ ഉണ്ടായത് അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ SIT ആശുപത്രിയിൽ നിന്ന് തന്നെയാണ് എന്നുള്ള കാര്യമാണ് ഈ കുടുംബം പറയുന്നത്. എന്തായാലും വീട്ടിൽ നിന്ന് ഈ അണുബാധ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല. കാരണം അങ്ങനെ നല്ല വൃത്തിയുള്ള വീട്ടിൽ കഴിയുന്ന ആളുകളാണ് ഞങ്ങൾക്ക് ഈ പറയുന്ന അങ്ങനെ വീട്ടിൽ നിന്ന് ഒരു തരത്തിലും ഇതൊന്നും അണുബാധ ഉണ്ടാകില്ലെന്ന കുടുംബം തീർച്ചയായിട്ടും പറയുന്നത്. പക്ഷേ സാധാരണഗതിയിൽ ആശുപത്രിയിൽ കാണുന്ന ഒരുതരം ബാക്ടീരിയയാണ് ഈ പറയുന്ന ശിവപ്രിയനെ ബാധിച്ചത്. അപ്പോൾ അത് ആശുപത്രിയിൽ തന്നെ ബാധിച്ചതാണ്. അത് കണ്ടെത്തുന്നതിൽ എന്തുകൊണ്ട് SIT ആശുപത്രിക്ക് വീഴ്ചയുണ്ടായി എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അത് വീഴ്ചയുണ്ടായി എന്നുള്ളതിനപ്പുറത്തേക്ക് അത് കണ്ടെത്തി അത് ചികിത്സ നൽകാതിരുന്നത് എന്തുകൊണ്ടാണ്? പിന്നീട് ഇങ്ങനെ ഈ പറയുന്ന ശാരീരിക ക്ഷീണവും മറ്റു ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ അതിനെ എന്തുകൊണ്ട് ഗൗരവത്തിലെടുത്തില്ല? എന്തുകൊണ്ട് ശിവപ്രിയനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു? ഇവിടേക്ക് വന്നപ്പോൾ ആ കാര്യങ്ങൾ കുടുംബത്തെ പറഞ്ഞ് ബോധ്യപ്പെടുന്നതിൽ വീഴ്ചയുണ്ടായോ? പിന്നീട് ചികിത്സ നൽകുന്നതിനടക്കം എന്താണ് വീഴ്ചകൾ ഉണ്ടായത്? അങ്ങനെ എണ്ണി ഓരോ വീഴ്ചകളായിട്ട് പറയേണ്ടി വരും. എന്തായാലും ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പ്രസവാനന്തരമാണ് ഒരു മരണം സംഭവിക്കുന്നത്. പ്രസവാനന്തരം മരണം ഉണ്ടാകുന്നതിനെ ആശുപത്രി അധികൃതർ അങ്ങേയറ്റം ഗൗരവത്തോടുകൂടി കാണും എന്നുള്ളത് വാസ്തവമാണ്. പ്രത്യേകിച്ച് ഒരു സർക്കാർ ആശുപത്രിയിൽ കൂടിയാണ്, മെഡിക്കൽ കോളേജുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന SITയിൽ കൂടിയാണ്, അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ കൂടിയാണ് ഇങ്ങനെ ഒരു പ്രസവാനന്തര മരണം സംഭവിക്കുന്നത്. അമ്മയാണ് മരണപ്പെട്ടത്. അപ്പോൾ അതിനകത്ത് ആ വിഷയത്തെ ആശുപത്രി അധികൃതർ ഗൗരവമായി കാണും എന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയിട്ട് വിശദമായിട്ടുള്ള പ്രതികരണം നടത്താം എന്നുള്ളതാണ് നിലവിൽ SIT അധികൃതർ നൽകുന്ന വിവരം. എന്തായാലും ഇതിനകത്ത് കുടുംബം പറയുന്നതിനകത്ത് കുറേയധികം വാസ്തവമുണ്ട്. കാരണം അവരോട് കൃത്യമായിട്ട് ഇതൊന്നും ആശയവിനിമയം നടത്താത്ത ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ അണുബാധയാണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അതിന് ചികിത്സ നൽകിയില്ല എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ അണുബാധയാണെന്ന് കണ്ടെത്തുമ്പോഴും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ കുടുംബത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവർക്ക് അതിനുമായി ബന്ധപ്പെട്ട ചികിത്സ ആ രോഗിക്ക് നൽകേണ്ടതാണ്. അതൊന്നും നൽകിയില്ല എന്നുള്ളതൊക്കെ ചോദ്യമായിട്ട് ഉയർന്നു നിൽക്കുന്നുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ആശുപത്രി അധികൃതർ ഇതിനകത്ത് എന്ത് മറുപടി പറയും എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. നിലവിൽ ഈ കേസ് ഇതുമായി ബന്ധപ്പെട്ട കേസ് ഷീറ്റ് പരിശോധിച്ചതിന് ശേഷം പ്രതികരിക്കാം എന്നുള്ള ഒരു മറുപടിയാണ് ഇതുമായി ബന്ധപ്പെടുന്ന SIT സൂപ്രണ്ട് അടക്കം നൽകുന്നത്. ആശുപത്രിക്ക് ചികിത്സ നൽകുന്നതിനകത്ത് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. പക്ഷേ ബാക്ടീരിയ എങ്ങനെ അണുബാധ ഉണ്ടായി
എന്നുള്ള ചോദ്യത്തിന് ആശുപത്രി അധികൃതർക്ക് കൃത്യമായിട്ടുള്ള ഉത്തരമില്ല. അത് കണ്ടെത്തേണ്ടതാണ്. എവിടെയാണ് വീഴ്ച സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഒരു ജീവൻ പ്രസവാനന്തരം ഒരു യുവതിയുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ശിവപ്രിയയുടെ സഹോദരനും ഭർത്താവും നമ്മളോട് സംസാരിച്ചത്. അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള വീഴ്ച അല്ലെങ്കിൽ ഗൗരവത്തിലുള്ളൊരു കാര്യം തന്നെയാണ് SIT ആശുപത്രിയിൽ സംഭവിച്ചിരിക്കുന്നത്. ആശുപത്രിയിൽ നിന്ന് കണ്ടേക്കാവുന്ന ബാക്ടീരിയയാണ് അല്ലെങ്കിൽ അങ്ങനെ അണുബാധയാണ് ഈ പറയുന്ന ശിവപ്രിയയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. മറ്റെവിടുന്നുമല്ല, ആശുപത്രിയിൽ തന്നെ ഉണ്ടായി എന്നതാണ് കുടുംബത്തിന്റെ ആരോപണം. എന്തായാലും ഇതിനകത്ത് ആശുപത്രി അധികൃതർ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ആരോഗ്യ വിദഗ്ധരുടെ ഭാഗത്ത് നിന്നൊക്കെ കൂടുതൽ പ്രതികരണവും മറ്റ് അന്വേഷണവും ഒക്കെ വരും ദിവസങ്ങളിൽ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ